എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി കെ തുമ്പക്കാരൻ. ഇന്നത്തെ സങ്കടവും സന്തോഷവുമുള്ള കുഞ്ഞു കുഞ്ഞു വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വളരെ കഷ്ടമായിപ്പോയി. മന്ത്രി രാജേഷിനും കൂട്ടർക്കും അമേരിക്കയിൽ പോകാനുള്ള യാത്ര കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്ന് വ്യക്തമായില്ല. അത് പോയിരുന്നെങ്കിൽ നമ്മുടെ മന്ത്രിക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രസ്താവനകൾ ചെയ്യാമായിരുന്നു. സാരമില്ല, കുറച്ച് കഴിഞ്ഞ് പെർമിഷൻ കൊടുക്കുമായിരിക്കും. അടുത്തത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം BJPയുടെ കേരള ഘടകം പ്രസിഡൻ്റായി സ്ഥാനമേറ്റു. അഭിവാദനങ്ങൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ സേവനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ തുടക്കത്തിൽ ചെറിയൊരു കല്ലുകടി. ഇന്ന് തിരുവനന്തപുരം സിറ്റികളിൽ BJPയുടെ ഒരു പ്രധാന പ്രവർത്തന അംഗമായ VV രാജേഷിനെതിരെ കുറച്ച് പോസ്റ്ററുകൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് BJPക്കാരാണോ അതോ മറ്റു പല ഏതെങ്കിലും പാർട്ടിക്കാർ തരികിട കാണിച്ചതാണോ എന്നും അറിയില്ല. കാരണം ഇവിടെ തരികിടയുടെ ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് VV രാജേഷിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ആരോ കളിച്ച് എന്ന് അറിയില്ല. പക്ഷേ വൈകാതെ തന്നെ അത് കണ്ടെത്തും. നമ്മുടെ തോമസ് മാസ്റ്റർ ഡൽഹിയിലുള്ള വിവരം ഡൽഹി പോലീസിന് അറിഞ്ഞില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം അവിടെ ജഡ്ജി ജസ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത 15 കോടിയിൽ പരം നോട്ടുകെട്ടുകൾ എവിടെ നിന്നു കിട്ടി, അതിൻ്റെ അന്വേഷണം ഇപ്പോൾ ഡൽഹി പോലീസ് നടത്തുകയാണ്. എന്നാൽ തോമസ് മാസ്റ്ററിന് ഒന്ന് ചെയ്യാമായിരുന്നു. ആ അന്വേഷണ ചുമതല നമ്മുടെ കേരളത്തിലെ പഴയ ADM മരണപ്പെട്ട ADM അദ്ദേഹത്തിൻ്റെ കേസ് നടത്തിച്ച ആ സംഘത്തിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു. കൃത്യമായ വിവരം അവർക്ക് കിട്ടുമായിരുന്നു. അത് തോമസ് മാസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു അപാകതയാണ്. സാരമില്ല, സമയമുണ്ട്. അദ്ദേഹം ഇനിയും അതിനു വേണ്ടി ശ്രമിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്തത് നമുക്ക് സംഭവിച്ച ഒരു കാര്യം, ഇനി ഉള്ള പേയ്മെൻറ്റുകൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൗണ്ടറിൽ പോയി നടത്തേണ്ട കാര്യമില്ല. അത് ഓൺലൈനാകാം. ഇപ്പോൾ ഈ വയസ്സായവർക്ക് ഈ ഓൺലൈൻ എന്ന് വെച്ചാൽ ഈ ഗൂഗിൾ പേ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അതുകൂടി ഇവർക്ക് അറിയില്ല. അപ്പം അത് പ്രായം ചെന്നവർക്ക് ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അവിടെ K-ഫോൺ സഹായത്തിന് മുന്നോട്ട് വരും. K-ഫോൺ ഇവർക്കെല്ലാവർക്കും ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കും. അപ്പോൾ K-ഫോണിൻ്റെ പ്രസക്തി അങ്ങോട്ട് ഉയരും. വലിയൊരു സംഭവമായിട്ട് അത് മാറും. അപ്പോൾ വയസ്സായവർക്ക് ഒരു K-ഫോൺ കിട്ടും. അത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ആശാവർക്കർമാർ അവരുടെ സമരം ഒരു ഒത്തുതീർപ്പിലായാൽ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ്. വയസ്സായവർക്ക് ഇനി K-ഫോണിൻ്റെ സ്മാർട്ട് ഫോണുമായി മുമ്പോട്ട് പോകാം. മറ്റൊന്നുള്ളത്, അനാരോഗ്യം കാരണം നമ്മുടെ ആരോഗ്യമന്ത്രി ആശാവർക്കർമാരുടെ കാര്യത്തിലൊന്നും സംസാരിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഉടൻ തന്നെ ആരോഗ്യമന്ത്രി സമ്പൂർണ്ണ ആരോഗ്യവതിയായി എത്രയും വേഗം അവർ അവരുടെ കർമ്മങ്ങളിൽ പ്രവേശിക്കട്ടെ. ആശാവർക്കർമാർക്ക് എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കാം. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന് അടിപൊളി തിരുവാതിര കളിയും വാഴ്ത്തുപാട്ടുകളും ഗംഭീരമായി നടത്തണമെന്നാണ് ഭാരവാഹികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള പരിപാടികൾ അരങ്ങിൽ തുടക്കം കുറിച്ചു. ഈ ദുഃഖവാർത്തയും സന്തോഷ വാർത്തകളും ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.